Hi Muggles, Dani സാറാണ്. എടാ നമ്മൾ 8ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിന് ഫിസിക്സിന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. സർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കൾ? ഒന്നാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദിസ് ഡിവൈസ്. ഈ ഉപകരണത്തിനെ തിരിച്ചറിയുക, ഈ ജീവി ഏതാണെന്ന് തിരിച്ചറിയുക. എൻ്റെ പൊന്നുമക്കളെ, എക്സാമിന് ഈ ജീവികളുടെ ഫോട്ടോ കാണണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഓ മൈ ഗോഡ്, ഇവന്റെ പേരാണ് കപ്പാസിറ്റർ. ഇവന്റെ പേരെന്താടാ? കപ്പാസിറ്റർ. കപ്പാസിറ്റർ കപ്പാസിറ്റർ ഇതാണ് കപ്പാസിറ്ററിന്റെ സിമ്പൽ അല്ലെങ്കിൽ പ്രതീകം. രണ്ടും ഒരേ മാതിരത്തെ വര, അല്ലാതെ വലിയ വരയും ചെറിയ വരയല്ലേ. രണ്ടും ഒരേപോലുള്ള വരകൾ കാണണമെങ്കിൽ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഇവന്റെ പേര് കപ്പാസിറ്റർ. കപ്പാസിറ്റർ. അപ്പൊ ചില ആൾക്കാർ പറയും, സർ എന്താ ഈ കപ്പാസിറ്റർ? കപ്പാസിറ്ററിന്റെ പണി എന്താ? എടാ, ചാർജ് സംഭരിച്ചു വെക്കുന്ന, ചാർജ് എടുത്തു വെക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് കപ്പാസിറ്റർ. സോ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ചാർജ് സംഭരിച്ചു വെക്കുന്ന ഒരു ഉപകരണമാണ്. സോ ഇതിന്റെ മക്കൾ മനസ്സിലാക്കണം, ഈ കപ്പാസിറ്ററിന്റെ ഉള്ളിലുള്ള നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിക്കും. ഡൈ ഇലക്ട്രിക് എന്നാണ് അവന്റെ പേര്. സാർ എന്തിനാ ഈ ഡൈ ഇലക്ട്രിക് എന്ന് പറയാ? കപ്പാസിറ്റർ ചാർജ് എടുത്തു വെക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഒരു കപ്പാസിറ്ററിന്റെ ചാർജ് സംഭരിച്ചു വെക്കാനുള്ള, ചാർജ് സ്റ്റോർ ചെയ്തു വെക്കാനുള്ള ആ കഴിവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരാണ് ഡൈ ഇലക്ട്രിക്. സോ ഡൈ ഇലക്ട്രിക് എന്തിനാ ഉപയോഗിക്കുക? അവന്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, ചാർജ് സംഭരിക്കാനുള്ള ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ചില ആൾക്കാർ പറയും, സർ അപ്പൊ ഈ കപ്പാസിറ്ററിൽ ഡൈ ഇലക്ട്രിക് ആയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണോ? അല്ല, ചില കാര്യങ്ങൾ ഉപയോഗിക്കും. ഒന്നെങ്കിൽ നമ്മൾ പേപ്പർ വെക്കും, അല്ലെങ്കിൽ പോളിസ്റ്റർ വെക്കും, അല്ലെങ്കിൽ സെറാമിക് വെക്കും. സോ ഡൈ ഇലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരുടെ പേരാണ് പേപ്പർ, പോളിസ്റ്റർ, അല്ലെങ്കിൽ എന്താടാ നേരത്തെ പറഞ്ഞാൽ സെറാമിക്. സോ ഇതിൻ്റെ ഉള്ളിൽ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിന്റെ പേരിലായിരിക്കും കപ്പാസിറ്റർ അറിയപ്പെടുക. ഇപ്പൊ പേപ്പറാണ് ഡൈ ഇലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പേരെന്താ? പേപ്പർ കപ്പാസിറ്റർ. സെറാമിക് ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ കപ്പാസിറ്ററിന്റെ പേരെന്താ? സെറാമിക് കപ്പാസിറ്റർ. സോ ഇതിന്റെ മക്കൾ മനസ്സിലാക്കണം, കപ്പാസിറ്ററിന്റെ കഴിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റേഴ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ഡൈ ഇലക്ട്രിക്കുകൾ. അതിന് കുറച്ച് എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞത്. ഇനി ഈ പാഠത്തിൽ ചോദിക്കാനുള്ള മറ്റു ക്വസ്റ്റ്യൻ ആണ്, ഈ പഠനമല്ല 8ാം ക്ലാസ്സിൽ ബേസിക് ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ചോദ്യമാണ്, ഒരാൾ റെസ്റ്റിലാണോ മോഷനിലാണോ? ഒരാൾ നിശ്ചലാവസ്ഥയിലാണോ ചലിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന്. ഇതിന്റെ മക്കൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങളോടൊപ്പം ഞാൻ ചോദിക്കുകയാണെ, ഈ കുട്ടിയുണ്ട്, ഈ കൊടിയുണ്ട്, എപ്പോഴും നിങ്ങളോട് ഒരാൾ റെസ്റ്റിലാണോ മോഷനിലാണോ, ചലിക്കുകയാണോ റെസ്റ്റിലാണോ ചോദിക്കുകയാണെങ്കിൽ, മോഷനിലാണോ ചോദിക്കുകയാണെങ്കിൽ ഒരാളെ വെച്ചിട്ടാണ് ചോദിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കൊടിമരത്തിനെ കമ്പയർ ചെയ്യുക. കൊടിമരവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടി റെസ്റ്റിലാണോ മോഷനിലാണോ, ചലിക്കുകയാണോ നിശ്ചലാവസ്ഥയിലാണോ? എൻ്റെ മക്കൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. രണ്ടാളും എപ്പോഴും ഒരുമിച്ചാണോ നോക്കുക? അല്ലേ? കൊടിമരവും ഈ ചങ്ങായി എപ്പോഴും ഒരുമിച്ചല്ലേ? ആണ്. സോ ഇതിന്റെ മക്കൾ മനസ്സിലാക്കുക, ഹി ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അയാൾ നിശ്ചലാവസ്ഥയിലാണ്. എന്നാൽ ഞങ്ങളോട് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെ, ഈ കുട്ടി സൂര്യനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് റെസ്റ്റിലാണോ മോഷനിലാണോ? അപ്പൊ എൻ്റെ മക്കൾ എന്താ മനസ്സിലാക്കേണ്ടി? സൂര്യനും ഇയാളും എപ്പോഴും ഒരുമിച്ചുണ്ടാവുക അല്ല സാറേ. സൂര്യന് ഭൂമിക്ക് ചുറ്റും, ഭൂമി സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. സോ എപ്പോഴും ഒരുമിച്ചാണോ? അല്ല സാറേ, ഇവരുടെ സ്ഥാനം മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയും ഹി ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. സോ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഒരേ സമയത്ത് ഒരാൾ റെസ്റ്റിലും മോഷനിലുമായിരിക്കും. ചലനാവസ്ഥയിലും എന്ത് അവസ്ഥയിലായിരിക്കണം? നിശ്ചലാവസ്ഥയിലായിരിക്കും. സൂര്യനെ കമ്പയർ ചെയ്യുമ്പം എല്ലാ ആൾക്കാരും എന്തിലായിരിക്കടാ? ചലനാവസ്ഥയിലായിരിക്കും. സോ ഒരിക്കൽ കൂടി ഞാൻ മക്കളോട് പറയുന്നു, രണ്ടാളും എപ്പോഴും ഒരുമിച്ചാണെങ്കിൽ റെസ്റ്റിലാണ്, ആരെങ്കിലും ഒരാൾ ചലിക്കുകയാണെങ്കിൽ മോഷനിലാണ്. ഉദാഹരണത്തിന് ഇങ്ങോട്ട് നോക്കണം, ഒരു പാവൻ ചങ്ങായി ജയന്റ് വീലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ ജയന്റ് വീലിൽ രണ്ടാൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാറേ തറയിലൊരു കുട്ടിയുണ്ട് എൻ്റെ മക്കളോട് ചോദിക്കുകയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സാറേ എ ചൈൽഡ് സിറ്റിംഗ് നിയർ ബൈ. ഇതിലിരിക്കുന്ന രണ്ടാൾക്കാരുണ്ട് വിചാരിക്കുക. സോ ഇതിലിപ്പോൾ ഒരാൾ ഫോർ എക്സാമ്പിൾ ടിൻറ്റുമോനാണ്, മറ്റൊരാൾ ദുണ്ടുമോളാണെന്ന് ഇരിക്കുക. ടിൻറ്റുമോളും ദുണ്ടുമോളും ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സോ ഞാൻ ചോദിക്കുകയാണ്, ടിൻറ്റുമോൻ ദുണ്ടുമോളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ദുണ്ടുമോളാണ് റെഫറൻസ് ഒബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ, അവലംബക വസ്തു എന്നുണ്ടെങ്കിൽ, ടിൻറ്റുമോന് ചലിക്കുകയാണോ റെസ്റ്റിലാണോ എന്ന്, മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന്? ഞങ്ങളോട് എന്താ പറഞ്ഞത്? രണ്ടാളും എപ്പോഴും ഒരുമിച്ചാണെങ്കിൽ റെസ്റ്റിലാണ്. ഇവർ രണ്ടാളും എപ്പോഴും ഒരുമിച്ചല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ പറയും ഹി ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അയാൾ നിശ്ചലാവസ്ഥയിലാണ്. എന്നാൽ വിത്ത് കമ്പയറിങ് എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദി ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അടങ്ങൾ പറ, നിലത്തൊരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇവർ രണ്ടാളും എപ്പോഴും ഒരുമിച്ചാണോ? അല്ല, ഇയാൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്, ഇവരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ നിലത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടാളും എപ്പോഴും ഒരുമിച്ചല്ല. സോ നമ്മൾ പറയും ഹി ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. സോ ഇത്ര മാത്രമേ ഉള്ളൂ മക്കളെ. നിങ്ങൾ ആരുമായിട്ടാണോ കമ്പയർ ചെയ്യുന്നത്, അയാൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ റെസ്റ്റിലായിരിക്കും, നിശ്ചലാവസ്ഥയിലായിരിക്കും. എന്നാൽ അയാൾ എപ്പോഴും നമ്മുടെ കൂടെ അല്ല, നമ്മൾ അയാളുമായിട്ട് ഇങ്ങനെ ദൂരം മാറിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മോഷനിലായിരിക്കും, ചലനാവസ്ഥയിലായിരിക്കും. സിമ്പിളാ. ഇനി ഈ പാഠത്തിൽ അല്ലെങ്കിൽ മൊത്തം നമ്മൾ പഠിക്കേണ്ട മറ്റൊരു
പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയണേ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് എന്തായാലും പഠിച്ചു പോകണം. സാർ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഒരു ചിത്രം പറയുന്നത് ഒരു കുട്ടി എയിൽ നിന്ന് നേരെ ബിയിലൂടെ സിയിലേക്ക് വന്നിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് 120 മീറ്റർ ഉണ്ട്, ബിയിൽ നിന്ന് സിയിലേക്ക് 60 മീറ്റർ ഉണ്ട്. ആയിക്കോട്ടെ സാർ, നോ പ്രോബ്ലം. ഹൗ ഫാർ ഡിഡ് ദ ഒബ്ജക്റ്റ് ട്രാവൽ? വസ്തു എത്ര ദൂരം സഞ്ചരിച്ചു? കാരണം ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? ആ കുട്ടി ആദ്യം 120 മീറ്റർ സഞ്ചരിച്ചു സാറേ, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 60 മീറ്റർ സഞ്ചരിച്ചു സാറേ. അപ്പൊ 120ഉം 60ഉം എത്ര മക്കളെ? 180 മീറ്റർ ആണ് ആ കുട്ടി ആകെ സഞ്ചരിച്ച ദൂരം. സോ ആ കുട്ടി ആകെ സഞ്ചരിച്ച ദൂരം അഥവാ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 180 മീറ്റർ ആണ്. 180 മീറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്? ദൂരത്തിന്റെ SI യൂണിറ്റ് എന്താണ്? എന്താ മക്കളെ ദൂരത്തിന്റെ SI യൂണിറ്റ്? ദൂരത്തിന്റെ SI യൂണിറ്റ് ആണ് മീറ്റർ. ഏതാടാ? മീറ്റർ. സോ ദൂരത്തിന്റെ SI യൂണിറ്റ് ആണ് മീറ്റർ. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, ഇഫ് ദിസ് ഒബ്ജക്റ്റ് ട്രാവൽസ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ്. സാർ ഇയാൾ എപ്പോഴും ഒരേ വേഗതയിലാണ് മാഷെ പോയത്, സ്പീഡ് കൂട്ടും കുറയൊന്നും ചെയ്തിട്ടില്ല. ആൻഡ് റീച്ചസ് A to C in 20 സെക്കൻഡ്. എയിൽ നിന്ന് സിയിലെത്താൻ ഈ പാവം ചങ്ങായി 20 സെക്കൻഡ് സമയം എടുത്തു എങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്പീഡ് എത്രയാണ്? മക്കളെ സ്പീഡ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഞാൻ മക്കൾക്ക് മുമ്പേ പറഞ്ഞതിനോ നിങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചോ. ഈ ഒരു ട്രയാങ്കിൾ നിർബന്ധമായിട്ടും പഠിച്ചോ. DTS. എടാ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ദൂരം ബൈ സമയം. സാറേ മൊത്തം ദൂരം എത്രടാ? 180 മീറ്റർ. സമയം എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 20 സെക്കൻഡ്. സാറേ ഇതെങ്ങനെ ചെയ്യുക? ഈ പൂജ്യം വെട്ടുക. 18/2 എന്ന് പറഞ്ഞാൽ എന്താ? 18ന്റെ പകുതി എത്ര? 9. സോ 9 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഉത്തരം. സോ ഒരിക്കൽ കൂടി പറയാണ്, സിമ്പിൾ ആണ്. ഇദ്ദേഹം സഞ്ചരിച്ച വേഗത അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ദൂരം ബൈ സമയമാണ്. അപ്പൊ നമുക്ക് 9 മീറ്റർ പെർ സെക്കൻഡ് ഉത്തരം കിട്ടും. സിമ്പിളാ, വളരെ വളരെ എളുപ്പമാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദിസ് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ ഹവർ? മീറ്റർ പെർ സെക്കൻഡിനെ എങ്ങനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റുക? അയ്യോ എന്റെ മക്കൾ പേടിക്കുകയേ വേണ്ട, എപ്പോഴും ശ്രദ്ധിച്ചോ. ആരാ വലുത്? മീറ്റർ പെർ സെക്കൻഡ് ആണോ വലുത്? കിലോമീറ്റർ പെർ ഹവർ ആണോ വലുത്? എന്ത് ചോദ്യ സാറേ? മീറ്റർ പെർ സെക്കൻഡ് ചെറുതാ, കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലുതാ. സോ എപ്പോഴും മനസ്സിലാക്കുക, ചെറുതിനെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ 3.6 കൊണ്ട് ഗുണിക്കുക. എന്താ സാറേ 3.6? ശരിക്കും 18/5 ആണ്. അതിന് നമ്മൾ 3.6 ആക്കിയതാ. സോ ഇതിന്റെ മക്കൾ മനസ്സിലാക്കിയ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ പല ആൾക്കാരും തിരിച്ച് ഇങ്ങോട്ട് മാറ്റുള്ള പഠിക്കും, 5/18 കൊണ്ട് ഗുണിക്കുക എന്നുള്ളത്. എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റുള്ള പഠിക്കൂല. സോ ഈ പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. ചെറുതിനെ വലുതിലേക്ക് മാറ്റാൻ 3.6 കൊണ്ട് ഗുണിച്ചാൽ മതി. സോ നമുക്ക് കിട്ടിയ സ്പീഡ് എത്ര? 9 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ 3.6 കൊണ്ട് ഗുണിച്ചാൽ മതി. സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും. അത് എത്ര നോക്കണം? വേഗം അതൊന്ന് ചെയ്തിട്ട് ഒന്ന് കമന്റ് ബോക്സിൽ ഉത്തരം എത്രയാണ് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്തൊന്ന് കമന്റ് ബോക്സിൽ പറയാം. എനിക്ക് തോന്നുന്നത് 32.4 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉത്തരം കിട്ടുക. സോ എന്താണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക അറിയാം. സോ ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ ഇങ്ങോട്ട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കണമെങ്കിൽ, ചെറുതിന് വലുതിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ 3.6. നമ്പർ ഫാൻസി അല്ലേ? 3.6. ശരിക്കും അത് 18/5 ആണ്. 18/5 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3.6 ആണ് കിട്ടുക. സോ അതാണ് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പം. ഇനി അതല്ല, കിലോമീറ്റർ പെർ ഹവറിനെ ചെറുതിലേക്ക് മാറ്റാൻ 5/18 5/18 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഈ ഒരു പോയിന്റിന്റെ മക്കൾ അവിടെ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക. ഇതിന് ഉത്തരം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാട്ടോ. സോ ഇതാണ് ഞാനിപ്പോൾ ചെയ്ത പ്രോബ്ലം. ഇനി അടുത്ത ദിവസം നോക്കണം. എ വൈഡ് ചെയിൻ അറ്റാച്ച്ഡ് ടു വീൽ ഈസ് യൂസ്ഡ് ഇൻ ദി ഹാർവെസ്റ്റിംഗ് മെഷീൻ ദാറ്റ് എൻ്റർ ദ പാഡി ഫീൽഡ്സ്. എൻ്റെ മക്കളെ, നമ്മൾ ഈ നെയ്ത്ത് അല്ലെങ്കിൽ കൊയ്ത്തു യന്ത്രങ്ങൾ, അതല്ല അത് വേറെയാണ്, നെൽപ്പാടങ്ങളിലേക്കൊക്കെ കൊയ്യാൻ വേണ്ടി വരുന്ന മെഷീന് ഇതേമാതിരി വലിയ വീതി കൂടിയ ചങ്ങലകൾ ഉണ്ടാവും. എന്തിനാണ് വീതി കൂടിയ ചങ്ങലകൾ ഉപയോഗിക്കുന്നത്? എന്തിനാടാ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. ഒരാളുടെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കാണാനുള്ള ഇക്വേഷൻ P = F/A എന്നാണ്. അതിൽ F എന്ന് പറഞ്ഞാൽ ബലമാണ്, A എന്ന് പറഞ്ഞാൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവാണ്. എന്നിട്ട് നമ്മൾ പഠിച്ചതാ സാറേ, P-യും A-യും മേലെയും താഴെയുമാണ്. ഒരു ഇക്വേഷനിൽ ഒരാൾ മേലെയും ഒരാൾ ഇപ്പുറത്ത് താഴെയുമാണെങ്കിൽ ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അവർ വിപരീത അനുപാതത്തിലാണ്. അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഏരിയ കൂടിയാൽ, പരപ്പളവ് കൂടിയാൽ പ്രഷർ അഥവാ മർദ്ദം കുറയും. പരപ്പളവ് കൂടിയാൽ പ്രഷർ അഥവാ മർദ്ദം കുറയും. ഓരോ ചോദ്യത്തിന്റെ കൂടുതൽ പഠിക്കണേ സാർ. അപ്പം കൊണ്ട് നോക്ക്, ഇവിടെ നോക്ക്, വീതി കൂടിയ ചങ്ങല ഉപയോഗിക്കുമ്പോൾ എന്താ പ്രത്യേകത? സാറേ വീതി കൂടിയ ചങ്ങല സാധാരണ നമ്മൾ ഇങ്ങനെ മാത്രമാണ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ടയർ മാത്രമേ വണ്ടിക്കുള്ളൂ. നേരെ എങ്ങനെയാണ് പോകണമെന്നുണ്ടെങ്കിൽ എന്താ? ഇവിടെ ഏരിയ, സ്ഥലം കുറവാണ്. ഏരിയ കുറഞ്ഞാൽ പ്രഷർ കൂടും, മർദ്ദം കൂടും സാറേ. അപ്പം അതിന് വെയിറ്റ് കൂടിയിട്ട് എന്ത് ചെയ്യും? നമ്മളെ വണ്ടി പാടത്തിലേക്ക് ഇങ്ങനെ താന്ന് പോകും. ആ മറ്റേ കുഴിയിൽ അല്ലെങ്കിൽ എന്താ ചളിയിൽ താന്നു പോകും. സോ ഇതിനെ മക്കൾ മനസ്സിലാക്കുക, നമ്മളിവിടെ വീതി കൂടിയ ചങ്ങല ഇടുന്ന സമയത്ത് സ്ഥലം
കൂടുന്നു, ഏരിയ കൂടുന്നു, ഏരിയ കൂടിയാ പ്രഷർ കുറയുന്നു, മർദ്ദം കുറയുന്നു, വണ്ടി ഒന്നും താന്നു പോകില്ല, വണ്ടി ഒന്നും ചളിയിൽ മുങ്ങി പോകില്ല. സോ ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട തത്വം. കണ്ടോ, ഇതാണ് എന്ത് വലിയ വലിയ ഭാരം കൂടിയ വാഹനങ്ങൾക്കൊക്കെ ബാക്കിൽ എന്തുണ്ടാവും, അവിടെ കുറേ ടയർ ഉപയോഗിക്കും. അതെന്തിനാ സാറേ? ടയറുകളുടെ എണ്ണം കൂടുന്ന സമയത്ത് ഏരിയ കൂടും, പരപ്പളവ് കൂടും, പരപ്പളവ് കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും, മർദ്ദം കുറയും. സിമ്പിളാ, വളരെ വളരെ എളുപ്പമാണ് സാറേ. നമ്മൾ അതേമാതിരി ചില സമയത്ത് വീതി കൂടിയ ബാഗ് ഇടുമ്പോൾ വേദന ഉണ്ടാവില്ല. സ്പോർട്സിന്റെ ബാഗ് ഇല്ലടാ, വീതി കുറഞ്ഞ ബാഗ്, വീതി കുറഞ്ഞ സ്ട്രാപ്പുള്ള ബാഗ് ഇടുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാവും. സോ ഇതിന്റെ തത്വം എന്താ സാറേ? സ്ട്രാപ്പിന്റെ വീതി കൂടുന്ന സമയത്ത് ഏരിയ കൂടും സാറേ, ഏരിയ കൂടിയ പ്രഷർ അഥവാ മർദ്ദം കുറയും. സിമ്പിൾ, വളരെ വളരെ എളുപ്പം. ഒരു ചോദ്യം കൂടി നോക്കണം. ആസ്ട്രോനോട്ട്സ് വിയർ സ്പെഷ്യൽ ക്ലോത്ത്സ് ഡ്യൂറിംഗ് സ്പേസ് ട്രാവൽ. ബഹിരാകാശ യാത്രികർ പ്രത്യേകതരം വസ്ത്രങ്ങളാണ് അങ്ങോട്ട് പോകുമ്പോൾ ധരിക്കുന്നത്. എന്തുകൊണ്ട്? അതിന് കാരണം നിന്റെ മക്കൾ നോക്ക്, ബഹിരാകാശത്ത് പോകുന്ന ആൾക്കാർ ഇതേമാതിരി മറ്റേ എജുപോർട്ടിന്റെ യൂണിഫോം ഇട്ടാ പോവുക അല്ല, അവരെന്താ ചെയ്യുക? സ്പെഷ്യൽ ഡ്രസ്സ് ഇടും. അതിനങ്ങനെ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ. ബഹിരാകാശം എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ലടാ? അവിടെ എയർ ഇല്ല. അവിടെ എയർ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? അന്തരീക്ഷമില്ല. അന്തരീക്ഷം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ മർദ്ദമില്ല, പ്രഷർ ഇല്ല. സോ അന്തരീക്ഷം ഇല്ല എന്നുണ്ടെങ്കിൽ ബഹിരാകാശത്ത് നമ്മുടെ പുറത്ത് അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രഷർ ഇല്ല, മർദ്ദമില്ല. നമ്മളെ ബോഡിൻ്റെ ഉള്ളിലാണെങ്കിലോ ഹൈ പ്രഷറാണ്. സോ പുറത്ത് പ്രഷർ കുറവാണ്, നമ്മളെ ബോഡിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുതലാണ്, മർദ്ദം കൂടുതലാണ്. അപ്പം എന്താ സംഭവിക്കുക? മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. നിങ്ങളെ ഞരമ്പുകളൊക്കെ ബേസ്റ്റ് ചെയ്യും, ഞരമ്പുകളൊക്കെ പൊട്ടാൻ തുടങ്ങും, രക്തം ഇങ്ങനെ പുറത്തോട്ട് നിങ്ങളെ മൂക്ക് കൂടിയും മേത്തു കൂടെ ഒക്കെ രക്തം പൊട്ടാൻ തുടങ്ങും. സോ അങ്ങനെ പൊട്ടാതിരിക്കണമെങ്കിൽ പുറത്തുള്ള പ്രഷറും ബോഡിൻ്റെ പ്രഷറും തമ്മിൽ ബാലൻസ് ആവണം. അതിനാണ് നമ്മൾ ഈ സ്പെഷ്യൽ ഡ്രസ്സ് ഇടുന്നത്. സോ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ, ഈ ഡ്രസ്സിൻ്റെ പണി എന്താ? പുറത്തുള്ള പ്രഷറും ഉള്ളിലുള്ള പ്രഷറും സെയിം ആക്കും. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നല്ല രീതിയിൽ അവിടെ നിൽക്കാൻ പറ്റുക. സോ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, ബഹിരാകാശത്ത് പുറത്ത് എയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രഷർ അഥവാ മർദ്ദം കുറവായിരിക്കും, നമ്മുടെ ബോഡിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ഞരമ്പ് പൊട്ടാൻ, നമ്മളെ നെർവ്സ് ഒക്കെ ബേസ്റ്റ് ചെയ്യാൻ, ബ്ലഡ് വെസൽസ് ബേസ്റ്റ് ചെയ്യാൻ, രക്തക്കുഴലുകളൊക്കെ പൊട്ടാനുള്ള കാരണമാവും. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് എന്താ ചെയ്യുക? പുറത്തുള്ള പ്രഷറും ഉള്ളിലത്തെ പ്രഷറും സെയിം ആക്കും. സെറ്റ് അല്ലേ? മെല്ലെ കൂടുതൽ പഠിച്ചാൽ മതി. സിമ്പിൾ, ഹമ്പിൾ, നിസ്സാരം. ഓക്കെ. സോ ഈ പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേമാതിരിയാണ് പർവ്വതം കയറുമ്പോൾ, മല കയറുമ്പോൾ ആൾക്കാരുടെ മൂക്ക് കൂടെ ചോര വരാൻ, ചില ആൾക്കാരുടെ മൂക്ക് കൂടെ ചോര വരാൻ കാരണം എന്താ? ഹൈറ്റ് കൂടുന്ന സമയത്ത് അവിടെ പ്രഷർ കുറവായിരിക്കും, മുകളിൽ മർദ്ദം കുറവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബോഡിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ ഉള്ളിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള രക്തക്കുഴലുകൾ ഉണ്ടാവും നമ്മുടെ മൂക്കിൻ്റെ ഉള്ള, അതൊക്കെ പൊട്ടാൻ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്, ചില ആൾക്കാർക്ക് ഈ പർവ്വതം കയറുമ്പോഴുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം. ആൻഡ് ഇന്ന് മക്കൾ ഒരു കാര്യം കൂടി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. എടാ, ഈ പാഠത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതിൽ ഏതാണ് ശരിയായ ചിത്രം എന്ന് എപ്പോഴും മനസ്സിലാക്കിക്കടാ. ഒരു വെള്ളത്തിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ വെള്ളം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അടിഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും, മർദ്ദം കൂടുതലായിരിക്കും. മർദ്ദം ഇങ്ങനെ കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രഷർ ഇങ്ങനെ കൂടുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചവിട്ടി കൂട്ടണ മാതിരിയാണ്. സോ പ്രഷർ കൂടുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, അതിൻ്റെ വണ്ണം, വായു കുമിളകളുടെ വലിപ്പം വളരെ വളരെ ചെറുതായിരിക്കും. സോ ഇതിൽ ഏതാ ശരി? സാർ അടിഭാഗത്ത്, ദ്രാവകത്തിൻ്റെ, വെള്ളത്തിൻ്റെ അടിഭാഗത്ത് പ്രഷർ കൂടുതലാണ് സാറേ. അപ്പോൾ അത് ഏറ്റവും കുഞ്ഞാപ്പിയാവും. കണ്ടോ, മേലോട്ട് വരുമ്പോൾ പ്രഷർ കുറയും, അപ്പം വല്യാപ്പിയാവും. ഓക്കെ അല്ലേ? സോ ഇതിൽ ഡി ആണ്, ചെടിയല്ല. ABCD ഇതാണ് കേട്ടോ നമ്മളെ സി. ഇത് തെറ്റാ, ഇതാണ് നമ്മളെ സി. സോ ഈ ഇത്രമാണ് ശരി. സോ ഒരിക്കൽ കൂടി എൻ്റെ മക്കളോട് പറയുന്നു, വെള്ളത്തിൻ്റെ അടിഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക. കണ്ടോ, വെള്ളത്തിൻ്റെ അടിഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും. കണ്ടോ, ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ഈ അടിഭാഗത്ത് എല്ലായിടത്തും ഒരേ സ്ഥലത്താണെങ്കിൽ ഈക്വൽ പ്രഷർ ആയിരിക്കും. കണ്ടോ, ഈ സ്ഥലമാണെങ്കിലും ഈ സ്ഥലമാണെങ്കിലും ഈ സ്ഥലമാണെങ്കിലും ഇതൊക്കെ ഒരേ സ്ഥലമല്ലേ, ഒരേ സ്ഥലത്താണെങ്കിൽ പ്രഷർ തുല്യമായിരിക്കും. എന്നാൽ ഈ പോയിന്റ് കൂടി എൻ്റെ മക്കൾ പഠിച്ചോ, ഒരു വെള്ളത്തിൻ്റെ മേലെയും താഴെയും ഇവിടെ 3-4 സ്ഥലത്ത് ഞാൻ ഓട്ടിട്ട് ഇരിക്കുക, വെള്ളം എവിടെയായിരിക്കും ഏറ്റവും സ്പീഡിൽ പോവുക? അടിഭാഗത്ത് പ്രഷർ കൂടുതലായതുകൊണ്ട് നല്ലോണം സ്പീഡിലേക്ക് പോകും. എന്നാൽ മുകൾ ഭാഗത്ത് നോക്കണ പ്രഷർ കുറവാ, അപ്പൊ വെള്ളം കുറച്ച് മാത്രമേ പോകുള്ളൂ എന്ന് മനസ്സിലാക്കുക. സോ ഇവിടൊക്കെ പറഞ്ഞ പോയിന്റ് എന്താ? അടിഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും, മുകൾ ഭാഗത്ത് പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡാം ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, അണക്കെട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ അടിഭാഗം വീതി കൂട്ടി നിർമ്മിച്ചത്. എന്തിനാണ് അടിഭാഗം എന്തുകൊണ്ടാണ് വീതി കൂട്ടി നിർമ്മിച്ചത്? ഡാമിന്റെ അടിഭാഗത്ത് എന്ന് പറയുമ്പം, ആ വെള്ളത്തിന്റെ അടിഭാഗത്ത് എന്ന് പറയുമ്പം പ്രഷർ കൂടുതലായിരിക്കും, മർദ്ദം കൂടുതലായിരിക്കും. സോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, താങ്ങാൻ വേണ്ടിയിട്ട്, ആ ഡാം അണക്കെട്ട് തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിഭാഗത്ത് ഭയങ്കര പ്രഷർ ആയതുകൊണ്ട് അത് നല്ല വീതി കൂട്ടി, കനം കൂട്ടി നിർമ്മിച്ചിട്ടുള്ളത്. ആ പോയിന്റും കൂടി എൻ്റെ മക്കൾ ഒന്ന് പഠിക്കുക. എടാ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ, വെറൈറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിന്റെ പേരാണ് ഫിസിക്സ് വിത്ത് ദാനിഷ് സർ. സോ ഇതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നമ്മൾ ആ ചാനലിന്റെ ലിങ്ക് കൊടുക്കാം. എല്ലാവരും ആ ചാനലൊന്ന് ഫോളോ ചെയ്യുക, നമുക്ക് ഉപകാരപ്പെടും. നമുക്കിത് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത കൊല്ലം 9ാം ക്ലാസ്സിലേക്കും അത് ഉപയോഗിക്കാം. സോ ഞാനിപ്പോൾ പറഞ്ഞ ഈ വീഡിയോയിൽ എടുത്ത കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിക്കണം. ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ബാക്ക് അടിക്കുക, പിന്നെയും കാണുക. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സെറ്റാക്കുക, ഉഷാറാക്കുക. നമ്മൾ എക്സാമിന്റെ തലേന്നുള്ള ലൈവിൽ കൂടുതൽ പ്രോബ്ലംസ് പറയും. ഓക്കെ അല്ലേ? സോ ഗൈസ്, ബൈ.